بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട ഷഅബാൻ മാസം അതിന്റെ പകുതി കഴിഞ്ഞ് റമദാനിലേക്ക് നമ്മൾ ഓരോരുത്തരും കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ നോമ്പിനെ അള്ളാഹു വെച്ചിരിക്കുന്നത് കുതുബ അലൈക്കുമുസ് സിയാം കമാ കുതുബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞത്. ഹൃദയം നന്നാവാനാണ് നോമ്പുള്ളത്. ഹൃദയം നന്നാക്കുന്ന പണിയാണ് റമദാനിന്റെ നോമ്പ് കൊണ്ട് ഇവിടെ സാധിക്കുന്നത്. എന്നിട്ട് എത്ര പ്രാവശ്യം ഹൃദയം നന്നാവാൻ അവസരം ഓരോ റമദാനിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ? ഹൃദയം നന്നാവാന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന വിചാരം ഹൃദയത്തിൽ നിലനിർത്തുക എന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം എന്ന വിചാര പദത്തിലേക്ക് നമ്മുടെ ഹൃദയം പോകുമ്പോൾ അത് നന്മയും തിന്മയും വകതിരിച്ചറിയുന്ന പക്വതയുള്ള ഹൃദയം ആയി മാറുകയാണ്. ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാൻ കയറ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. എന്തൊക്കെയോ വിശ്വാസങ്ങളുണ്ട്. പക്ഷേ അത് പല സാഹചര്യങ്ങളിലും നമ്മുടെ ദൗർബല്യമനുസരിച്ച് നമ്മൾ ആ സാഹചര്യത്തിന് വഴിപ്പെട്ട് ഉള്ളിലുള്ള ആ വിശ്വാസത്തെ പലപ്പോഴും ത്യജിക്കാറുണ്ട്. അതായത് ഉറച്ച വിശ്വാസം നമുക്കില്ല എന്നർത്ഥം. ഉറച്ച വിശ്വാസത്തിന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, യഖീൻ എന്നാണ്. ഉറച്ച വിശ്വാസം, യഖീൻ ഉള്ള ഒരു വിശ്വാസം നമ്മളിൽ വളരെ കുറവാണ്. ഹൃദയത്തിൽ തട്ടിയ ഒരു ആത്മീയമായ ഒരുക്കം കിട്ടിയ ഒരു വിശ്വാസം, അതാണ് യഖീൻ. ഹൃദയം നന്നാവണം. ഹൃദയം നന്നാവാതെ അമല് കൊണ്ട് കാര്യമില്ല. ഹൃദയം നന്നാവാ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കടുപ്പ ഭാവം പോവലാണ്. ഹൃദയത്തിന് കടുപ്പം വന്നാൽ അതിലേക്ക് അത് ഉറച്ചു പോയാൽ അതിലേക്ക് അമലിന്റെ പ്രകാശം കയറൂല. ഓരോ അമല് ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. നമ്മുടെ മുഖത്ത് കാണാറുണ്ട് പലപ്പോഴും. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. ഹൃദയത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലിന്റെ വെളിച്ചെത്തിക്കഴിഞ്ഞാൽ ആ വെളിച്ചം മുഖത്ത് കാണാം. വലിയ ഉഹ്റവിയായ പല പണ്ഡിതന്മാരുടെ മുഖത്തെ ആ ഒരു ശോഭ, ആ ഒരു വെളിച്ചം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊരു തിളക്കമാണ് അവരുടെ മുഖത്തിന്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന അമല് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ട് എന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആത്മീയമായ ഒരുക്കം ഹൃദയത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. റമദാനിനെ വരവേൽക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോൾ ഒരു ഒരുക്കമാണ് റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം, ആത്മീയമായ ഒരുക്കം. ഹൃദയം നന്നായാൽ എല്ലാം നന്നായെന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡം, അത് നന്നായാൽ ആ ശരീരം മുഴുവൻ നന്നായെന്ന. അലാ വഹിയൽ ഖൽബ്, ആ മാംസപിണ്ഡം അത് നിങ്ങളുടെ ഹൃദയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. അല്ലാഹു തആല തീർച്ചയായും നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലോ ആകാര ഭംഗിയിലോ നിങ്ങളുടെ അലങ്കാരത്തിലോ ആർഭാടങ്ങളിലെ നിങ്ങളുടെ അലങ്കാരത്തിലോ നിങ്ങളുടെ മോടി പിടിപ്പിക്കലുകളിലോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കാണിക്കുന്ന ബാഹ്യമായ പേക്കുത്തുകളിലേക്കല്ല റബ്ബിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് അള്ളാഹിന്റെ നോട്ടം. എന്നാൽ മറ്റൊരിടത്തേക്കും അള്ളാഹു നോക്കുന്നില്ല എന്നുള്ളതിനർത്ഥം അടിസ്ഥാനപരമായി നന്മയെ നിർണയിക്കപ്പെടുന്നത് ഹൃദയത്തിലേക്കുള്ള നോട്ടം കൊണ്ടാണ്. അള്ളാഹുവിന്റെ നോട്ടം അങ്ങോട്ടുണ്ട് എന്നത് ഒന്ന് ബോധ്യപ്പെടുത്താം. ബാഹ്യമായത് എന്തായാലും അള്ളാഹു കാണുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിലുള്ളത് അള്ളാഹു കാണുന്നു എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന് ഉറപ്പ് വന്ന് അതിങ്ങനെ കട്ടിപിടിച്ച് നന്മയും പ്രകാശമൊന്നും കയറാതെ അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളുണ്ടല്ലോ, കല്ലിനേക്കാൾ കടുപ്പം എന്നാ പറഞ്ഞത്.
എന്നാൽ കല്ലിൽ തന്നെ ചില കല്ലുകൾ അഴിഞ്ഞ ഭാവത്തിലുള്ളതുണ്ട്, കടുപ്പം കുറഞ്ഞതുണ്ട്. ഖുർആന്റെ ആയത്തുകൾ രസകരമായ രീതിയിൽ ഇസ്രായേലി സമൂഹത്തിലെ നിഷേധികളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളും അതുപോലെ ആവരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. റമദാൻ വരുന്നത് ഈ ഹൃദയത്തെ നന്നാക്കാനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يكبت من خشية الله وما الله بغافل عما تعملون. എന്തൊരായത്താണ്! അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ വേണ്ടുവോളം ആസ്വദിച്ചൊരു സമൂഹം ആ അനുഗ്രഹങ്ങൾ തന്ന റബ്ബിനെ നിഷേധിച്ചോടത്താണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. ഇസ്രായേലി സമൂഹം സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. അതിനവർ നന്ദി കാണിച്ചില്ല എന്നല്ല, അവർ ആ അനുഗ്രഹത്തിന് നിഷേധാത്മകമായ രീതിയിലുള്ള ധിക്കാരത്തിന്റെ സ്വഭാവം കാണിച്ചപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങളെ നിഷേധിച്ച മനുഷ്യന്റെ ഹൃദയം കല്ലുപോലായെന്ന ഖുർആൻ പറഞ്ഞത്. അത് കല്ലിനേക്കാളും കടുപ്പം. കാരണം എന്താണെന്നറിയോ? കല്ലാകട്ടെ ചില കല്ലുകളിൽ നിന്നും പുഴകൾ ഒഴുകും, അത്രത്തോളം കല്ല് ആർദ്രമാവാറുണ്ട്. ചില കല്ലുകൾ വിണ്ടുകീറും, അള്ളാഹുവോടുള്ളതായ ഭയപ്പാട് കൊണ്ട് പൊട്ടിത്തെറിക്കും. എന്നിട്ടും അതിന്റെ ഉള്ളിൽ നിന്നും കണ്ണിനീരിന് സമാനമായി അതിന്റെ കരച്ചിലെന്നോണം ആ കല്ല് പൊട്ടിത്തെറിച്ചോടത്തും വെള്ളങ്ങൾ ഉണ്ടാവാറുണ്ട്. എത്ര വലിയ ഉയരങ്ങളിൽ ഇരുന്നാലും അല്ലാ എന്ന പേടി തട്ടിയ കല്ലാണെങ്കിൽ ആ കല്ല് താഴേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. എന്ന മനുഷ്യരങ്ങനില്ല. മനുഷ്യർ ഹൃദയത്തിലേക്ക് അല്ല കയറാത്തവർ. അള്ളാനെ കയറ്റണം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല എന്ന് വെക്കണ്ടട്ടോ. അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് ഖുർആൻ. സാധാരണ പ്രവർത്തനങ്ങള് ഈ ഹൃദയത്തെ കട്ടിപിടിപ്പിക്കാണ്, ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കുന്നില്ല. സാധാരണ ഏത് പ്രവർത്തനം, ഒരാളായിട്ടുള്ള സമ്പർക്കം, ഒരാളായിട്ടുള്ള സംഭാഷണം, ഒരാളായിട്ടുള്ള ഇടപാടുകൾ, ഇടപെടലുകൾ എന്ന് വേണ്ട നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ ഹൃദയത്തിന് എത്ര ഉപകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആത്മീയമായ ഉപകാരം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. നമ്മുടെ സാധാരണ പ്രവൃത്തി പോലും റബ്ബിൽ നിന്നും അകറ്റി കൊണ്ടുവരുന്നത്. പിന്നെ ഇടയിൽ യാന്ത്രികമായ ചില ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ, യഖീൻ മനസ്സിൽ തട്ടിയ അമലുകൾ ഉണ്ടാവാൻ റമദാൻ അതിലേക്ക് പ്രചോദനമായി വരാണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ഇനിയുള്ള ദിവസങ്ങൾ, വളരെ തുച്ഛമായ ദിവസങ്ങൾ, നമ്മെ ഇത് ഓർമ്മപ്പെടുത്താണ്. നമ്മളത് കേൾക്കുന്നില്ല. നമ്മുടെ മനസ്സിനൊന്ന് നന്നാക്കണേ. ഈ മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹു എന്ന ഒരു വലിയ ചിന്ത, നമ്മൾ പലതിനെയും നന്മയൊന്നും തിന്മയൊന്നും വകതിരിക്കാനുള്ളൊരു പക്വത അതിനെ കൊണ്ടുവരണേ. അതിന് വേണ്ടിയിട്ട് കൊല്ലത്തിലൊരിക്കൽ 30 ദിവസത്തെ വലിയ ഒരു പരീക്ഷയും പരീക്ഷണവുമാണ് റമദാൻ, പരിശീലനവുമാണ് റമദാൻ. അങ്ങനെ ആ ഒരു മാസത്തെ പരിശീലനം കിട്ടി 11 മാസം അമല് ചെയ്യാൻ വേണ്ടി നമ്മളെ വിടാണ്. റമദാൻ കൊണ്ട് അള്ളാഹു ഉപകാരം തരട്ടെ. മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ എമ്പാടും പറയുന്നുണ്ട്. വനാന്തരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു കടൽ തീരമുണ്ടത്രേ. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന കടൽ തീരം. തിരമാലകൾ അലറി വിളിച്ചുകൊണ്ട് ഇരച്ചു കയറുന്നത് ഈ വനത്തിന്റെ ഘോരമായ വനത്തിന്റെ അകത്തേക്കാണ്. അങ്ങനൊരു ഭൂമികയിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ യാത്ര ചെയ്യേണ്ട വന്നു. അപ്പോഴുണ്ട് ഒരു കഴുതയുടെ ശവം ഈ കടലിൽ വീണ് കിടക്കാം. കഴുത ചത്ത് കടലിൽ വീണ് കിടക്കുന്നു. തിരമാലയുടെ ഇങ്ങേ അറ്റത്ത് കരയിലേക്ക് തിരമാല ഇങ്ങനെ ഇരച്ചു കയറി വരുമ്പോ കഴുതയുടെ ശവം ഇങ്ങനെ കയറി വരുന്നുണ്ട്. തിരമാല അകത്തേക്ക് വലിയുമ്പോൾ അതിങ്ങനെ ഇറങ്ങി പോകുന്നുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടു. മഹാനവറുകൾ കണ്ടത്, തിരമാലയിൽ ആ കഴുതയുടെ ശവം ഉള്ളപ്പോ കടലിലെ മത്സ്യങ്ങൾ കൊത്തിവലിക്കുന്നു. കരയിലേക്ക് അത് അടിഞ്ഞു കയറുമ്പോ
വനാന്തരങ്ങളിലെ ഹിംസ്ര ജന്തുക്കൾ വിശന്ന് വന്നിട്ട് ആ കഴുതയുടെ ജീർണിച്ച ശരീരത്തെ കടിച്ചു കീറി വലിക്കുന്നു. അപ്പൊ കടലിലെ മത്സ്യങ്ങളും കരയിലെ വന്യജീവികളും ഒരേ സമയം ആ കഴുതയുടെ ശവശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ ഒരേ സമയം തിന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന് ഇതെന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരേ സമയം കടലിലുള്ളവർക്കും കരയിലുള്ളവർക്കും ആഹാരമായി മാറുന്നു നിമിഷാർദ്ധങ്ങൾ കൊണ്ട്. അങ്ങനത്തെ ഒരു ശവത്തെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി ആലോചിച്ചത് അതിൽ അള്ളാനെ കാണാൻ പറ്റുമെന്നാണ്. ആ പ്രവർത്തനത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ തന്റെ ഹൃദയം കൊണ്ട് കഴിയുമോ എന്നാണ് മഹാനവറുകൾ ചിന്തിച്ചത്. അള്ളാഹുവോട് ചോദിച്ചു, പടച്ചോനെ, ഈ ശവമായി രണ്ട് മേഖലകളിൽ ഇത് ആഹാരമായി മാറുന്ന ഈ ശവത്തെയും നീ പുനർജീവിപ്പിക്കുമെന്നാണല്ലോ ഞങ്ങളെ നീ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ആ പുനർജീവിതം ഒന്ന് കാണണമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനീ കൈഫ തുഹ്യിൽ മൗതാ ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി قال فخذ 4 من الطين فصرهن إليك ثم اجعل على كل جبل منهن جزءا قال ادعوهن يأتينك سعيا واعلم أن الله عزيز حكيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിക്കാം, പടച്ചോനെ, നീ എങ്ങനെയാ മരിച്ചവരെ ജീവിപ്പിക്കാം? മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമല്ലോ, പുനർജീവിതം എങ്ങനെ സാധ്യമാകുന്നു? എനിക്ക് ഇതിലൂടെ കാണണം. എനിക്കത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലം തുഅ്മിൻ, അങ്ങേക്ക് അതിൽ ഈമാൻ ഇല്ലാഞ്ഞിട്ടാണോ? ഈമാനുണ്ട് അല്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞ യഖീൻ, ഹൃദയത്തിന്റെ അകത്തേക്ക് തട്ടിക്കേറുന്നൊരു ഈമാനുണ്ട്. യഖീൻ, ഉറപ്പുള്ള ഈമാൻ. എന്റെ ഹൃദയത്തിന്റെ യഖീനിന് വേണ്ടി, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് യഖീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾക്ക് വ്യാഖ്യാനം കൊടുത്ത് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങള് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കുറിക്കുന്നത്, എന്റെ ഹൃദയത്തില് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി എന്ന് ഇബ്രാഹിം നബി പറയുന്ന ഈ വാക്ക്, ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിലെ ഈമാൻ സ്ഥിരപ്പെടാൻ വേണ്ടി, അതായത് ഐ യസ്ദാദ യഖീനി, എന്റെ ഹൃദയത്തിന്റെ യഖീൻ വർദ്ധിക്കാൻ വേണ്ടി, ഉറച്ച ഈമാൻ, ഉറച്ച വിശ്വാസം, അതിങ്ങനെ കൂടുതൽ ഉണ്ടാവണം. ഇതിനെയും അള്ളാഹു പുനർജീവിപ്പിക്കുമെന്ന ചിന്ത എന്റെ മനസ്സിൽ വളരെ ആഴത്തില് അതിന്റെ അടിവേരിറങ്ങാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ നിന്നോട് ഇത് ചോദിച്ചത്. അള്ളാഹു പറഞ്ഞു, 4 പക്ഷികളെ പിടിക്കാൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. ഈ ആയത്ത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 4 പക്ഷികൾ, ഒരു മയില്, ഒരു പരുന്ത്, ഒരു കാക്ക, ഒരു പൂവൻകോഴി, 4നെയും വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമായി പരസ്പരം അതിനെ കൂട്ടിക്കുഴച്ച് തന്റെ ചുറ്റുപാടുമുള്ള 4 കുന്നുകളുടെ മലകളുടെ മുകളിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടിട്ട് ഈ 4നെയും കൂട്ടിക്കലർത്തി ആ ശരീരത്തിന്റെ കഷ്ണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം രക്തവും തൂവലും മാംസവും എല്ലാം കൂടിക്കുഴഞ്ഞ 4ന്റെയും മിശ്രിതങ്ങളെ താഴെ വന്ന് കയ്യിങ്ങനെ കൊട്ടിയിട്ട് പേര് വിളിച്ചാൽ ഓരോന്നങ്ങയുടെ അടുക്കിലേക്ക് പറന്നു വരും നബിയേ. മഹാനവറുകളോട് പറഞ്ഞു, ഫസ്റുഹുന്ന ഇലൈക സുമ്മ ജഅല അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അൻ സുമ്മ ദുഉഹുന്ന യഅതീനക സഅയാ വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. സാധാരണ പ്രവൃത്തി ഈമാൻ വർദ്ധിക്കുന്നത് തന്നെ അവർ ചെയ്യാറ്. എന്നാൽ സ്പെഷ്യൽ ചോദിച്ചു അള്ളാഹുവോട്, എന്റെ ഈമാൻ വർദ്ധിക്കാൻ, വലാകിൻ ലിയത്മഇന്ന ഖൽബി എന്ന് സയ്യിദുനാ ഇബ്രാഹിം. യഖീനുണ്ട്, ഹൃദയത്തിൽ ഉറച്ചൊരു വിശ്വാസം. നമുക്കത് ഉണ്ടാവൂട്ടോ, പക്ഷെ ഒരു സന്ദർഭത്തിൽ. അത് നമ്മളെ ഇസ്രായേലിനെ കാണുമ്പോൾ യഖീൻ വരും നമുക്ക്. പടച്ചോൻ ഇതൊക്കെ ശരിയായിരുന്നല്ലോ. സിറാത്ത് എന്ന പാലം കാണുമ്പോൾ യഖീൻ വരും, നരകം കാണുമ്പോൾ യഖീൻ വരും. യഖീൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടിയ, വേറെ ഒരു ചിന്തയും കടന്നു വരാത്ത ഈമാനുണ്ട്. ആ ഈമാൻ നമുക്ക് വരുന്ന സന്ദർഭം വൈകിയ, പക്ഷെ അത് നേരത്തെ കിട്ടിയവർ അമ്പിയാക്കൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിരന്തരത ഉണ്ടായിരുന്നു. എന്ത് കണ്ടാലും, നാം കാണുന്നതൊക്കെ കണ്ടത്, നമ്മളും കാണാറുണ്ട്. ശവം കാണാറുണ്ട്, വല്ല പെരിച്ചാഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികള് ചത്ത് കിടക്കുന്നതൊക്കെ കാണാറുണ്ട്. എന്തിനേറെ മനുഷ്യരുടെ മയ്യത്ത് പോലും കാണാറുണ്ട്. എന്നിട്ടും ഇതിനൊരു പുനർജീവിതം ഉണ്ടല്ലോ. ആ പുനർജീവിതത്തിന് ഞാനും എന്റെ ശരീരത്തെ സമർപ്പിക്കേണ്ടതാണല്ലോ. ഈ ഒരു ചിന്ത നമുക്കേ ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്ന ഹൃദയമാണ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടത്. റമദാനിനെ സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുനർവിചാരണ ഉണ്ടെങ്കിൽ
നമ്മൾ രക്ഷപ്പെട്ടു. നോമ്പൊക്കെ മനസ്സിന് തട്ട, ഉദര വ്യായാമമല്ല, അല്ലെങ്കിൽ ഉദരത്തിന്റെ വിശ്രമമല്ല റമദാന്റെ നോമ്പ്. അത് ഹൃദയത്തിനുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ ഖുർആൻ വീണ്ടും വർണ്ണിക്കുന്നുണ്ട് സൂറത്തുൽ അൻആം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ആകാശങ്ങളുടെ രഹസ്യത്തെ മഹാനവറുകൾ കണ്ടിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ ആകാശത്തിന്റെ രഹസ്യം കാണാം. ഭൂമിയുടെയും ഉള്ളറയിലെ രഹസ്യങ്ങളെ മഹാനവറുകൾ കണ്ടിരുന്നു. നാം മഹാനവറുകൾക്കത് കാണിച്ചു കൊടുത്തു. എന്തിനാണ് ഇത് കണ്ടത്? ഈ കണ്ടതിന്റെ പേരിൽ എന്താ ഉണ്ടായത്? ഇവിടെ വലിയകൂന മിനൽ മൂഖിനീൻ. ഈ കണ്ടപ്പോഴൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലെ യഖീൻ കൂട്ടിക്കൊണ്ടിരുന്നു. മഹാനവറുകൾ ഹൃദയത്തിലെ യഖീൻ, അല്ലാഹു എന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്റെ റബ്ബ് നിശ്ചയിച്ചതാ എനിക്ക് സംഭവിച്ചത്, എന്റെ റബ്ബ് തീരുമാനിച്ചതാ ഞാൻ അനുഭവിക്കുന്നത്, എന്റെ റബ്ബ് തന്നതാ ഞാൻ ആസ്വദിക്കുന്നത്, എന്റെ റബ്ബ് തന്നതാ ഞാൻ ഈ സങ്കടപ്പെടുന്നത്, എന്റെ റബ്ബ് തന്നത്, എന്റെ റബ്ബ് എന്ന ചിന്തയിലേക്ക് ഏതൊരു കാര്യത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ചേർക്കാൻ കഴിയുന്നിടത്ത യഖീൻ ഉണ്ടെന്ന് പറയാം. അത് നിർബന്ധാണ് നമുക്ക്. അത് നേരത്തെ കിട്ടണം. അല്ലാഹുവേ എന്നൊരു വിളിയില് എല്ലാം ഉണ്ടാവും. ഒരു സെക്കൻഡ് മതി എല്ലാം കൊണ്ടുവരാൻ. അങ്ങനെ മനസ്സിലേക്ക് ആ ഒരു വിളി വരാൻ, നമ്മൾ വായ കൊണ്ട് പറയുന്നത് മനസ്സിൽ തട്ടാൻ, നമ്മുടെ മനസ്സിന്റെ കറകളൊക്കെ ഇങ്ങനെ കഴുകി അതില് നല്ല പളുങ്കു പോലെ നല്ല സുതാര്യമാക്കി എടുത്തു വെച്ച് കറകളൊന്നും അഴുക്കുകളൊന്നും ഇല്ലാത്ത ഹൃദയമാക്കി വെക്കാൻ 30 ദിവസം പണിയെടുക്കണമെന്ന ഇസ്ലാം പറഞ്ഞത്. എന്നിട്ട് പിന്നെ അത് കൊല്ലത്തിലൊരിക്കൽ വീണ്ടും കൊണ്ടുവന്ന് സർവീസ് ചെയ്യണം. 11 മാസം പിന്നെ ഓടണം. അതിന് വേണ്ട ചില ബാഹ്യമായ ചില പഥ്യങ്ങൾ, നിബന്ധനകളിൽ പെട്ടതൊക്കെ തന്നെയാണ് ഉദരം പട്ടിണി കിടക്കുക, നോമ്പിന്റെ നാം കാണുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിനോടനുബന്ധമായതാണ്. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ. ഈ ഹൃദയത്തെ നന്നാക്കി നല്ല ജീവനുള്ള ഈമാൻ ഉണ്ടാക്കി വെക്കാൻ, യഖീൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ പലതും കാണുന്നു, പക്ഷേ നമുക്കൊന്നും തോന്നാറില്ല. പലതും കാണാറുണ്ടല്ലോ. ഒരു കടൽ തീരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ തിരമാലയെ നമ്മൾ നോക്കി നിന്നാൽ അതിൽ അല്ലാഹനെ കാണാൻ കഴിയും. എല്ലാത്തിലും അല്ലാഹുണ്ട്, എല്ലാത്തിലും അല്ലാഹുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സുദീർഘമായി പോകുന്ന ആയത്തുകൾ സൂറത്ത് ആലുൽ ഇമ്രാനിന്റെ 189 മുതൽക്ക് ഇങ്ങനെ തുടങ്ങാം. എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹുവിനാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവ്വ അധികാരങ്ങളും. അള്ളാഹു നമ്മളോട് കരുണ ചെയ്യട്ടെ, അള്ളാഹു നമ്മോട് അവന്റെ കൃപ ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ ആകാശത്തെ ഇങ്ങനെ പടച്ചതിലും ഭൂമിയെ നാം കാണുന്ന നമ്മുടെ പരിമിതിയിൽ നിന്നും അറിഞ്ഞ ഈ അറിവിൽ നിന്നും ഈ ഭൂമിയെ ഇങ്ങനെ സൃഷ്ടിച്ചതിലും രാവ് കഴിഞ്ഞിട്ട് പിന്നെ രാവല്ല വന്നത്, പകലാണ്. നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലേലും എത്ര കാലമായി രാവ് കഴിഞ്ഞ് പകല്, പകല് കഴിഞ്ഞ രാവ്, രാവും പകലും മാറി മാറി വരുന്നതിലും ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. തെളിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യൻ, ഉറങ്ങാത്ത ബുദ്ധിയുള്ള മനുഷ്യൻ അതിലൊന്ന് ചിന്തിച്ചാൽ
അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരുപാട് അടയാളങ്ങളുണ്ടെന്ന് ഖുർആൻ. എന്നിട്ട് എന്ത് അടയാളം നമുക്ക് കണ്ടേ? നമ്മൾ എന്ത് അടയാളം മനസ്സിലാക്കിയത്? നമുക്ക് എന്ത് അടയാളം ബോധ്യപ്പെട്ടത്? അല്ല, ആയാത്തിൻ ധാരാളം അടയാളങ്ങളുണ്ട്. അള്ളാഹിനെ കണ്ടെത്താനുള്ള അടയാളങ്ങൾക്ക് ആയാത്ത് എന്ന് പറയാം. അള്ളാഹുവിനെ കണ്ടെത്താനുള്ള അടയാളങ്ങൾ ആർക്കുണ്ട്? ബുദ്ധി മരവിച്ചു പോവാത്തവർ. ആരാ ബുദ്ധി മരവിച്ചു പോവാത്തവര്? അള്ളാഹിനെ പറ്റിയുള്ള അടയാളങ്ങൾ ബോധ്യപ്പെട്ടവരാരാ? الذين يذكرون الله قياما وقعودا وعلى جنوبهم. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ദിക്റുകളുമായി ബന്ധപ്പെട്ടവരാ. ദിക്റുമായി ബന്ധപ്പെടുന്നവര്, ദിക്റുമായി ബന്ധപ്പെട്ട എന്തുട്ട് ദിക്റപ്പ നമ്മൾ ചൊല്ലാം? നിൽക്കുമ്പോ നമ്മുടെ വായ എപ്പോഴും, നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുക. ചില അവയവങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. കൈ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കൈ വേദന എടുക്കും. കാല് കുറെ നടന്നു കഴിഞ്ഞാൽ കാല് വേദന എടുക്കും, നടുവേദന എടുക്കും. ഓരോ ചില അവയവങ്ങൾ അങ്ങനെ. പക്ഷെ എത്ര വർക്ക് ചെയ്താലും വേദന എടുക്കാത്ത അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ളത്. എത്ര വർക്ക് ചെയ്താലും അവർക്ക് വേദന ഇല്ല. കിഡ്നി, ഹൃദയം, കരള് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ. എത്ര വർക്ക് ചെയ്താലും അവർക്ക് വേദന ഇല്ല. എന്നാ മനുഷ്യൻ ബാഹ്യമായി ചെയ്യുന്ന കയ്യ് കുറെ നേരം എന്തെങ്കിലും ഒരു കാര്യം എടുക്കോ വെക്കോ ഒക്കെ ചെയ്താൽ കൈ വേദന വരും, കുറെ നടന്ന കാല് വേദന വരും. എന്നാൽ ബാഹ്യമായ രീതിയിൽ തന്നെ എത്ര വർക്ക് ചെയ്താലും വേദന ഇല്ലാത്ത, ക്ഷീണമില്ലാത്തൊരു അവയവമുണ്ട്. ആ അവയവമാണ് നാവ്. നമ്മൾക്ക് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പരമാവധി മൗനമായിരിക്കുമല്ലോ. മൗനമാവണം, ഒരുപാട് സംസാരിക്കലല്ല. എന്നാൽ ആ മൗനത്തിന്റെ വേക്കൻസിയിൽ നമുക്ക് കയറ്റിവിടാം കുറെ ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് സുഖമാണ്! അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെ അവസരം ആർക്കാ ഇല്ലാത്തത്? പക്ഷെ അതിനൊരു തൗഫീഖാണ് ഇല്ലാത്തത്. അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ, പക്ഷെ തൗഫീഖ് ഇല്ല. അള്ളാഹു അതിനായി നിശ്ചയിക്കണം. പടച്ചോനെ, നിന്നെ വഴിപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക. ഒരു ദുആ തന്നെ ഉണ്ടല്ലോ. മഹാനായ സ്വഹാബിയോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ദുആയാണിത്. ദിക്ർ ചൊല്ലാൻ കഴിയുന്ന നാവ് കിട്ടണോ? അള്ളാഹുവോട് ചോദിച്ചേ പറ്റൂ. ദുആ ഇതാണ്: അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക. അള്ളാഹുവേ, നീ എന്നെ സഹായിക്കണേ നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവ് കിട്ടാൻ. നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്. വശുക്രിക, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിന്നോട് നന്ദിയുള്ളവനാവാൻ എനിക്ക് കഴിയണം. നീ സഹായിക്കണമല്ലാ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക. നല്ലോണം നിനക്ക് വഴിപ്പെടാനും അതുവഴി മനസ്സിന്റെ അകത്ത് ഈമാൻ വർദ്ധിപ്പിക്കാനും നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. സ്വഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആയാണിത്. ഒറ്റ നിസ്കാര ശേഷവും ഇത് ഒഴിവാക്കല്ലേ എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. ദിക്ർ ചൊല്ലാൻ നമ്മുടെ നാവിന് കഴിയാ എന്നത് അതല്ലേ പറഞ്ഞത്? ഒരു മനുഷ്യന് 4 എണ്ണം കിട്ടിയാൽ, 4 കാര്യം കിട്ടിയാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ നേട്ടങ്ങളും കിട്ടി. അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറൈ ദുനിയാ വൽ ആഖിറ. 4 കാര്യം. ഈ 4 കാര്യം കിട്ടിയ ആൾക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ നേട്ടങ്ങളും കിട്ടി. അല്ലാഹു തരട്ടെ ഈ 4 കാര്യം. ഒന്നാമത്തേത് ലിസാനുൻ ദാകിറുൻ. ദിക്ർ ചൊല്ലാൻ കഴിയുന്ന ഒരു നാവ് അല്ലാഹ് തന്നിട്ടുണ്ട്. നാവ് എല്ലാവർക്കും അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദിക്ർ അങ്ങനെ ഉണ്ടേ. എല്ലാവരുടെയും കയ്യിൽ ടോർച്ച് ഉണ്ട്, പക്ഷെ അത് വെളിച്ചുള്ളതാണെങ്കിലും മനുഷ്യന് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭാര, നമ്മളത് വഹിച്ചുകൊണ്ട് കിടക്കണം. ദിക്ർ ചൊല്ലുന്ന നാവ്, നന്ദിയുള്ള ഹൃദയം, അള്ളാഹു തരുന്ന ബലാ മുസീബത്തുകളിൽ അള്ളാഹ് തന്നതാണെന്ന തോന്നലിൽ ക്ഷമിക്കുന്ന ശരീരം. 3 എണ്ണായില്ലേ? ഒന്ന് ദിക്ർ ചൊല്ലുന്ന നാവ്, പിന്നെ നന്ദിയുള്ള ഹൃദയം, അള്ളാഹ് തരുന്ന ബലാ മുസീബത്തുകളിൽ ക്ഷമിക്കുന്ന ശരീരം, പിന്നെ അതുപോലെ തന്നെ അസാന്നിധ്യത്തിൽ വഞ്ചിക്കാത്ത ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അള്ളാഹു നമുക്ക് ഈ 4ഉം തരട്ടെ. അപ്പൊ ദിക്ർ ചൊല്ലുന്ന നാവ് ചോദിച്ചു വാങ്ങി സ്വഹാബി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ദുആയൊക്കെ റമദാന് മുമ്പ് നമുക്ക് ഒരു വലിയ മുതലാണ്, വലിയ ഒരു അനുഭവമാണ് ആ ദുആ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹൃദയം ദിക്ർ കൊണ്ടേ തുറക്കാൻ കഴിയൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയം തുറക്കുന്ന ഒരു നേരം എപ്പോഴാണെന്ന് അറിയോ?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ആർക്കറിയാത്ത എന്തൊരു പവറുള്ള സൂറത്താണിത്. ഒരു വട്ടം ഓതിയാൽ, ഈ അധ്യായം ഒരു വട്ടം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ 8 ആയത്തേ ഉള്ളൂ. ഈ സൂറത്തില് 8 ആയത്തുകളേ ഉള്ളൂ. ഒരു വട്ടം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1000 ആയത്തുകൾ പാരായണം ചെയ്ത കൂലി കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ? ഇതിന്റെ അകത്ത് പറയുന്ന പ്രമേയം അത്രയും വലിയ കരുത്തുള്ള പ്രമേയമാണ്. നിങ്ങൾ എല്ലാവരും തിരക്കല്ലേ മനുഷ്യരെ? അൽഹാകുമുത് തകാസുർ. എവിടെയാ നിങ്ങളുടെ തിരക്ക് തീരാ? നിങ്ങൾ മരിക്കുമ്പോഴല്ല, മരിച്ചാലും നിങ്ങൾ തിരക്കാന്ന് പറയും ഒരു പക്ഷേ. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കഴിഞ്ഞു നിങ്ങൾ. അല്ലാഹുവേ, പടച്ചവൻ പരിഹസിച്ച പോലെ. ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ, വേണ്ട വേണ്ട, സൗഫ തഅലമൂൻ, നിങ്ങളുടെ മനസ്സിനെ തട്ടുന്ന ചില അറിവ് നിങ്ങൾക്ക് വരാനുണ്ട്, തിരിച്ചറിവ്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നേരത്തെ തന്നെ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരുന്നുവെങ്കിലോ. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴാ വരാന്നറിയോ? ലതറവുന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ കണ്ണുകൊണ്ട് നേരെ നിന്ന് കാണുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം നേരത്തെ തുറക്കാം. ഇബ്രാഹിം നബിക്ക് നേരത്തെ തുറന്ന ഹൃദയം ഒരു ശവത്തെ കണ്ടപ്പോ അതിന് പുനർജീവിതമുണ്ടല്ലോ. അല്ലാഹുവേ, ഇതിനെയും നീ പുനർജീവിപ്പിക്കുമല്ലോ എന്ന ചിന്ത കൊണ്ട് മഹാനവറുകളുടെ ഉള്ള് നേരത്തെ തുറന്നു. ആ ഒരു തുറക്കൽ നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് ആ ഹൃദയം തുറക്കൽ ഉണ്ടാകുന്നത് നരകത്തെ നേരെ കാണുമ്പോഴാണ്. ഈ ഹൃദയത്തെ നേരത്തെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് റമദാൻ എന്നാ പറഞ്ഞത്. ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തെ നേരെ കാണുമ്പോൾ ഏത് ഹൃദയം ഒന്ന് തുറന്നു പോകും. എങ്ങനെയാണെന്നറിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഭൂമിയെ അടിച്ചു പരത്തി ഒരു വലിയ മഹ്ശറയുടെ മഹാസംഗമം. മലക്കുകൾ സഫായി നിൽക്കുന്നു. വലിയ വലിയ രാഷ്ട്രത്തിന്റെ തലവന്മാര് വരുമ്പോൾ പട്ടാളക്കാരിങ്ങനെ പരേഡില് സഫ് സഫായി നിൽക്കുന്നത് ഓർമ്മപ്പെടുത്താണ്. എന്തോ ഒരു ഗൗരവമുള്ള ഒരു പ്രഖ്യാപനം നടക്കാൻ പോകാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പലവട്ടം നമ്മൾ പാരായണം ചെയ്തല്ലോ. ആ വലിയ പരേഡിൽ മലക്കുകൾ സഫായി നിൽക്കുന്ന വലിയ പ്രഖ്യാപനത്തിന്റെ ഒരു പേടിപ്പെടുത്തുന്ന മഹ്ശറയുടെ ആ ഒരു സന്ദർഭത്തിന്റെ ഉടമയായ അല്ലാഹുവേ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം കൊടുക്കുന്ന അന്ന് എല്ലാവരും എന്ത് കിട്ടും, എന്ത് നഷ്ടമാകും, എവിടേക്ക് പോകേണ്ടവരും, നരകമാണോ സ്വർഗമാണോ? ചിലർക്ക് ചില സൂചനയുണ്ട്, ഞാൻ രക്ഷപ്പെടൂല. അങ്ങനത്തെ ഒരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ കാണാം നരകത്തെയും അങ്ങോട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അന്ന് നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടുമ്പോൾ സ്വഹീഹ് മുസ്ലിം, വലിക്കാനും പിടിക്കാനും വേണ്ടി നരകത്തിന് 70,000 വട്ടക്കണ്ണികളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മഅകുല്ലി സമാം 70,000 മലകീ യജറൂനഹാ. ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കാ പിടിച്ചിരിക്കുന്നത്. 70,000 മലക്ക് ഒരു വട്ടക്കണ്ണിയിൽ എന്ന നിലയിൽ 70,000 വട്ടക്കണ്ണികളിലായി എത്രയോ കോടിക്കണക്കിന് മലക്കുകളാ. 70,000 × 70,000 എത്രയോ അത്രയും മലക്കുകൾ. അതായത് 490 കോടി മലക്കുകളാ നരകത്തെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത്. അതിങ്ങനെ കാണുമ്പോ മനുഷ്യന് ബോധ്യമാകും. അപ്പബോധിയായിട്ട് എന്ത് കാര്യം?
അപ്പോൾ ബോധ്യമായിട്ട് എന്ത് കാര്യം? പക്ഷെ ബോധ്യമായാൽ അവൻ വിളിച്ചു പറയും, അറിയാതെ പറയും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. ഇവിടെ വരുമ്പോൾ എനിക്ക് കാണാൻ എന്തെങ്കിലും കൂലിയുള്ളതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ കാണാനുള്ളതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു, പറ്റിയില്ലല്ലോ. അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമീഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ഈ നരകത്തിലേക്ക് ചെന്ന് ചേരേണ്ടവരെ അകലേന്ന് വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടുന്ന നേരത്ത് നരകം അവരെ അവിടെ നിന്ന് കാണുമ്പോ തന്നെ നരകത്തിന് ആവേശം കൂടും. നരകത്തിനൊരു മുരടലാണ്. ആ നരകം ഒരു ഇടുങ്ങിയ ഇടമാണ്, ഇരുട്ടിന്റെ ഗേഹമാണ്, ചൂടിന്റെ ഗേഹമാണ്. അകലേന്ന് അതിന്റെ അന്തേവാസികളെ കാണുമ്പോൾ തന്നെ ഒരു മുരടലുണ്ടെന്ന് ഖുർആൻ. وَإِذَا أُلْقُوا مِنْهَا مَكَانًا ضَيِّقًا مُقَرَّنِينَ دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. അല്ലാഹു കാക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ ആ നരകമൊക്കെ കാണുമ്പോൾ, അസ്രായീലിനെ കാണുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ ഹൃദയം തുറക്കാം. നേരത്തെ തുറക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യന് ഹൃദയം തുറക്കൂല ഈ കാലഘട്ടത്തിൽ. പള്ളി പോയ ഹൃദയം തുറക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ സ്ഥിരമായി പോയ, എന്നിട്ട് ആരുടെ ഹൃദയം തുറന്നത്? ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കാൻ പോണത് പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളിൽ നിന്നാണ്. അവരാണ് അധികവും പ്രശ്നക്കാര്. ഏത് പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. എല്ലാ കഥയും പള്ളിയിൽ നിന്ന് ചെയ്തു പോകുന്നതൊക്കെ ചായക്കട കൊണ്ടുപോയി ബാത്തിലാക്കുന്ന പരിപാടിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യതഅഖദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാനി. പള്ളിയെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളെ കണ്ടാൽ ഈമാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോന്നാ പറഞ്ഞത്. പക്ഷെ പള്ളിയിൽ പോയാലും ഈമാൻ കിട്ടാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്റെ വക പറഞ്ഞതല്ല, കേട്ടോളൂ. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂശികു അൻ യഅതിയ അലന്നാസി സമാൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഒരു കാലം വരാനുണ്ട്, അന്ന് മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ ഒരു പേര് മാത്രം. അന്നത്തെ ദിവസം, ആ കാലഘട്ടത്തിൽ ഖുർആനിൽ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ ഖുർആനിൽ അവന് ബാക്കി വെച്ചിരിക്കുന്നത് ഖുർആന്റെ കുറെ അക്ഷരങ്ങളേ ഉള്ളൂ. ജീവിതത്തിൽ ഒന്നും അവന് ആ ഖുർആനിൽ നിന്നും കിട്ടിയിട്ടില്ല. മസാജിദുഹും ആമിറ, പള്ളികളൊക്കെ നല്ല മനോഹരമായിരിക്കും. പക്ഷെ വഹിയ ഖറാബു മിനൽ ഹുദ, പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവൂല. അങ്ങനത്തെ ഒരു കാലം, പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവൂല. അങ്ങനത്തെ ഒരു കാലമുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആ ഈമാന്റെ വെളിച്ചം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, ആ ഈമാന്റെ വെളിച്ചം ഹൃദയത്തെ തുറക്കുന്ന ഒരു വലിയ ആയുധമായി ഉപയോഗിക്കാൻ നമ്മുടെ അമലുകൾക്കൊരു ശ്രദ്ധ കൊടുത്ത് പടച്ചോനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഇഖ്ലാസ് കൊണ്ടുവന്ന്, വേറെ ആരും ബോധ്യപ്പെടുത്താനല്ല, റമദാന് മുമ്പ് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച റമദാനിൽ കിട്ടുന്ന ഇരട്ടി ആനുകൂല്യത്തിന്റെ എല്ലാം നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചു. അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹസ്സലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ഇത് കാണുന്നവർ എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ശഅബാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കുക അല്ലാഹ്. റമളാനും ഞങ്ങൾക്ക് അനുകൂലമാക്കുക അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾക്ക് നീ അർഹമായ പരിഗണന നൽകണേ അല്ലാഹ്. നിന്റെ മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നീ കൊടുത്ത ഹൃദയത്തിന്റെ വിശുദ്ധി, ദിക്ർ ചൊല്ലാൻ തൗഫീഖുള്ള നാവ്, അല്ലാഹുവേ, അമൽ കൊണ്ടുള്ള ഉപകാരം, ഉത്തരമുള്ള ദുആ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കുക അല്ലാഹ്. അല്ലാഹുവേ, വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കുക അല്ലാഹ്. കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാഹ്.
ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.